ഇത് ഈ സിനിമയുടെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ കഥ പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 2021 രംഗങ്ങളാണ് കാണിക്കുന്നത്. ക്ലെയർ എന്ന യുവതി വീനസ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയായിരുന്നു. രാത്രി ഏറെ വൈകിയതിനാൽ അന്നു രാത്രി ഒരു മോട്ടലിൽ തങ്ങാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ ആ മോട്ടലിൻ്റെ ഫ്രണ്ട് ഡെസ്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ 3 ചിരിക്കുന്ന മുഖങ്ങളോട് കൂടിയ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു കോളിംഗ് ബെൽ കണ്ട് ക്ലെയർ അതിലമർത്തി. കുറച്ചു സമയത്തിനു ശേഷം ക്ലെയറിനെ റൂം അനുവദിക്കാനായി ഷെല്ലി എന്ന സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വീനസ് ടൗണിലേക്കുള്ള വഴി ചോദിച്ച ക്ലെയറിനെ താൻ വളർന്നത് അവിടെ തന്നെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടേക്കുള്ള എളുപ്പവഴി ഷെല്ലി പറഞ്ഞു കൊടുത്തു. പിന്നീട് ക്ലെയർ റൂമിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിലിൽ ആരോ വന്നു മുട്ടി. താമരയോടെയുണ്ടോ എന്ന് അപരിചിതമായൊരു ശബ്ദം പുറത്തുനിന്ന് ചോദിക്കുകയാണ്. റൂം മാറിപ്പോയതാണെന്ന് കരുതി താൻ താമരയില്ലെന്നും നിങ്ങൾ വന്നത് തെറ്റായ റൂമിലേക്കാണെന്നും ക്ലെയർ മറുപടി നൽകി. എന്നാൽ നിമിഷങ്ങൾക്കകം അതേ വ്യക്തി തന്നെ വീണ്ടും വാതിലിൽ മുട്ടുകയും അതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. ആശയക്കുഴപ്പത്തിലായ ക്ലെയർ വാതിലിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. ഒടുവിൽ അവൾ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് നോക്കിയെങ്കിലും അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഭയത്തോടെ അവൾ തിരികെ മുറിക്കുള്ളിലേക്ക് പോയി. തുടർന്ന് ക്ലെയർ ബാത്റൂമിലായിരിക്കുന്ന സമയത്ത് അവളുടെ റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് ആരോ അൺലോക്ക് ചെയ്തു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ക്ലെയർ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഭയാനകമായ മുഖംമൂടി ധരിച്ച നിലയിലുള്ള പിന്നപ്പ് ഗേളിനെ കണ്ട് നിലവിളിക്കുകയാണ്. പിന്നീട് ക്ലെയർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇരുണ്ടതും അഴുക്കു പിടിച്ചതുമായ ഒരു മുറിയിലെ കസേരയിൽ തന്നെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഇരുത്തിയിരിക്കുന്നതാണ്. കാഴ്ചശക്തി കുറവായ അവൾക്ക് തൻ്റെ കണ്ണടയില്ലാത്തതിനാൽ ചുറ്റുമുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾക്ക് മുന്നിലേക്ക് ഡോൾഫേസ് എന്ന അടുത്ത കൊലയാളി പ്രത്യക്ഷപ്പെടുന്നതും ക്ലെയറിൻ്റെ കണ്ണടയെടുത്ത് ധരിപ്പിക്കുന്നതും. ഡോൾഫേസ് ക്ലെയറിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മരണഭയത്താൽ കരഞ്ഞുകൊണ്ട് ക്ലെയർ ചോദിച്ചു, തന്നോട് എന്തിനാണിങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്യുന്നത്? കാരണം നീ ഇവിടെയാണ് എന്നുള്ള വിചിത്രമായ മറുപടിയാണ് ഡോൾഫേസ് നൽകിയത്. ആ ക്രൂരമായ വാക്കുകൾക്ക് പിന്നാലെ ഡോൾഫേസ് ക്ലെയറിൻ്റെ നെഞ്ചിലേക്ക് കത്തികുത്തിയിറക്കി. ഏതാനും നിമിഷങ്ങൾ വേദന കൊണ്ട് പിടഞ്ഞ് ക്ലെയർ അവിടെ മരിച്ചു വീണു. ഇതേസമയം ആ മുറിയുടെ പിന്നിൽ നിന്നുകൊണ്ട് മറ്റ് 2 കൊലയാളികളായ സ്കെയർ ക്രോയും പിന്നപ്പ് ഗേളും മറ്റൊരിരയെ കൂടി ഇല്ലാതാക്കിയ സന്തോഷത്തിൽ ചുംബിച്ചുകൊണ്ട് ആ മരണം ആഘോഷമാക്കുകയായിരുന്നു. കഥ വീണ്ടും വർത്തമാനകാലത്തേക്ക് തിരിച്ചെത്തുകയാണ്. ഈ 3 കൊലയാളികളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മായ എന്ന യുവതിയെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പ്രാണരക്ഷാർത്ഥമുള്ള പോരാട്ടത്തിനൊടുവിൽ കൊലയാളികളിൽ ഒരാളായ പിന്നപ്പ് ഗേളിനെ കൊല്ലാൻ മായയ്ക്ക് സാധിച്ചിരുന്നു. പാർട്ട് 2 അവസാന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖം മൂടി മാറ്റി നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, ആ മോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയ ഷെല്ലി എന്ന യുവതിയായിരുന്നു. ഭയന്നു വിറച്ച മായ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ തൻ്റെ കാമുകിയായ ഷെല്ലിയുടെ മരണത്തിൽ കോപാകുലനായ സ്കെയർ ക്രോ തൻ്റെ കോടാലി ഉപയോഗിച്ച് നിലത്ത് കിടക്കുന്ന എന്തിനെയോ ആഞ്ഞു വെട്ടുന്നത് അവൾ കണ്ടു. അതിനുശേഷം അവൻ ഷെല്ലിയുടെ മൃതദേഹവും എടുത്ത് അവിടെയുള്ള തൻ്റെ ട്രക്കിലേക്ക് കയറ്റി. കൊലയാളികൾ ട്രക്കുമായി അവിടെ നിന്നും പോയതിനു ശേഷം മായ തനിയെ ആ കാട്ടിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. അല്പസമയത്തിനകം കാടിനടുത്തുള്ള റോഡിലൂടെ ഒരു പോലീസ് വണ്ടി വരുന്നത് കണ്ട് മായ ഭയത്തോടെ ഒളിച്ചിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ വണ്ടി ഓടിച്ചിരുന്ന ഷെരീഫ് റൂട്ടർ മായയെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. പോലീസ് വണ്ടി പോയതിനു ശേഷം മായ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒടുവിലവൾ വനത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പഴയ പള്ളി കാണാനിടയായി. ഭയത്തോടെ ഉള്ളിലേക്ക് കയറിയവൾ ചുറ്റിലും നോക്കുന്നതിനിടയിൽ അവിടെയുണ്ടായിരുന്ന പിയാനോയിൽ തൊട്ടു. പെട്ടെന്ന് ഗ്രിഗറി എന്നയാൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ തടസ്സപ്പെടുത്തി. മായ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെടുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെടാൻ മായ വഴി തിരിഞ്ഞെങ്കിലും പുറത്തേക്കുള്ള ഏക വഴി ഗ്രിഗറി തടഞ്ഞു നിന്നിരുന്നു. തുടർന്ന് ഗ്രിഗറി
2 ഗ്ലാസുകളിൽ മദ്യം പകർന്ന് നൽകിക്കൊണ്ട് അവളോട് ശാന്തയാകാനായി ആവശ്യപ്പെട്ടു. ഇവിടെ മുഖംമൂടിധാരികളൊന്നുമില്ല എന്നയാൾ പറഞ്ഞപ്പോൾ തന്നെ വേട്ടയാടുന്ന ആ സ്കെയർക്രോ മറ്റാരുമല്ല, ഈ നിൽക്കുന്ന ഗ്രിഗറി തന്നെയാണെന്ന് മായയ്ക്ക് ബോധ്യമായി. ഗ്രിഗറി തൻ്റെ ഗ്ലാസ് ഉയർത്തി അത് ഷെല്ലിയുടെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചു. ഒപ്പം മായയോട് അവളുടെ മരിച്ചുപോയ കാമുകൻ്റെ ഓർമ്മയ്ക്കായി കുടിക്കാനായി ആവശ്യപ്പെട്ടു. താൻ ഷെല്ലിയെ മനഃപൂർവ്വം കൊന്നതല്ലെന്ന് മായ ഭയത്തോടെ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ ഗ്രിഗറി തയ്യാറാകുന്നില്ല. അവൻ അവളെ അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറക്കിവിട്ടു. രക്ഷപ്പെടാനായി മായ അവിടെ നിന്ന് സർവ്വശക്തിയുമെടുത്ത് ഓടാൻ തുടങ്ങി. അതേസമയം കാറിൽ പോകുകയായിരുന്ന ഷെരീഫ് റൂട്ടർക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശം ലഭിച്ചു. മായയെ കാണാതെയായിരിക്കുന്നു എന്നതായിരുന്നു ആ വിവരം. തുടർന്ന് മായയും കാമുകനും താമസിച്ചിരുന്ന ലേക്ക് ഹൗസിലേക്ക് പോയി അവളെ തിരയാൻ റൂട്ടർ തൻ്റെ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം നൽകി. ആ സമയത്ത് കാട്ടിൽ നിന്നും ഓടി റോഡിലേക്കെത്തിയ മായ അവിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് വണ്ടി കണ്ട് ഭയന്നു നിന്നു. ഷെരീഫ് റൂട്ടർ അവളെ തൻ്റെ വണ്ടിയിലേക്ക് കയറ്റുകയും ആ കൊലയാളികളെ താൻ നേരിട്ടതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മായ അയാൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. കൊലയാളികൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തനിക്കറിയാമെന്നും എന്നാൽ തൻ്റെ സഹോദരിയുടെ അടുത്ത് എത്തിച്ചേർന്നാൽ മാത്രമേ അത് പറയൂ എന്നും മായ വ്യക്തമാക്കി. ആർക്കെങ്കിലും ഫോൺ ചെയ്യാനായി മായ ഒരു ഫോൺ ചോദിച്ചപ്പോൾ ഇവിടെ സിഗ്നലില്ലെന്നും പറഞ്ഞ് റൂട്ടർ ഒഴിഞ്ഞുമാറി. തുടർന്ന് തൻ്റെ മുറിവുകൾക്ക് മരുന്ന് വയ്ക്കാനായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും എടുക്കാനായി റൂട്ടർ പുറത്തേക്കിറങ്ങി. ഈ അവസരം മുതലെടുത്ത മായ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി വണ്ടിയുമായി അവിടെ നിന്നും അതിവേഗത്തിൽ രക്ഷപ്പെടുകയാണ്. കാർ ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടിയിലെ പോലീസ് റേഡിയോയിലൂടെ പോലീസ് സംഘം കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നുള്ള വിവരം മായ കേൾക്കാനിടയായി. ഒപ്പം പോലീസ് ഇപ്പോൾ തിരയുന്നത് തന്നെയാണെന്ന കാര്യവും അവൾ മനസ്സിലാക്കി. ഇതോടെ ഈ ക്രൂരന്മാരായ കൊലയാളികൾക്ക് അവരുടെ കൊലപാതകങ്ങൾ ഒളിച്ചുവെക്കാൻ സഹായിക്കുന്നത് മറ്റാരുമല്ല, ഷെരീഫ് റൂട്ടർ തന്നെയാണെന്നുള്ള ഭയപ്പെടുത്തുന്ന സത്യം മായ തിരിച്ചറിഞ്ഞു. വണ്ടിക്കുള്ളിൽ തനിക്ക് രക്ഷപ്പെടാൻ ഉപയോഗപ്രദമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നതിനിടയിൽ മുന്നിലൂടെ പാഞ്ഞു വന്നിരുന്ന ട്രക്ക് മായ ശ്രദ്ധിച്ചിരുന്നില്ല. അവസാന നിമിഷം മായ ആ ട്രക്ക് കാണുകയും തൻ്റെ വണ്ടി വെട്ടിച്ചു മാറ്റുകയും ചെയ്തു. എങ്കിലും നിയന്ത്രണം വിട്ട് മായയുടെ വാഹനം ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന് പിന്നാലെ സ്കെയർക്രോ അവിടെ പ്രത്യക്ഷപ്പെടുകയും പരിക്കേറ്റ മായയെ കാറിൽ നിന്നും ക്രൂരമായി വലിച്ച് പുറത്തേക്കിടുകയും ചെയ്തു. അവൾ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ക്രൂരനായ ആ കൊലയാളിയുടെ ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്കെയർക്രോ അവളെ എടുത്ത് തൻ്റെ ട്രക്കിൻ്റെ പിൻഭാഗത്തേക്ക് എറിയുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്തു. തുടർന്ന് ട്രക്ക് അവിടെ നിന്നും മുന്നോട്ട് നീങ്ങി. ആ ട്രക്കിൻ്റെ പിൻഭാഗത്ത് കിടന്നുകൊണ്ട് മായ ചുറ്റിലും നോക്കി. തനിക്ക് തൊട്ടടുത്തായി ഷെല്ലിയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ട് അവൾ ഭയചകിതയായി. ഷെല്ലിയുടെ കൈത്തണ്ടയിൽ ഒരു സ്മൈലി ഫേസിൻ്റെ ടാറ്റു ഉണ്ടായിരുന്നു. ഈ സമയം കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഷെരീഫ് റൂട്ടറിൻ്റെ സ്വന്തം മകനാണ് ഗ്രിഗറി എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം ഈ ഒരു സമയത്താണ് വെളിപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഗ്രിഗറി തൻ്റെ സഹപാഠിയായ താമര എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിൽ ജഡ്ജി അവനെ ജയിലിലേക്ക് അയക്കാനായി തീരുമാനിച്ചതായിരുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നുള്ള നിയമവും ഒപ്പം ഷെരീഫ് റൂട്ടറിൻ്റെ കരിയറിലെ മികച്ച ട്രാക്ക് റെക്കോർഡും പരിശോധിച്ച് മകൻ്റെ കസ്റ്റഡി റൂട്ടർക്ക് തന്നെ നൽകാൻ ജഡ്ജി ഉത്തരവിട്ടു. എന്നാൽ ഗ്രിഗറി ഇനിയൊരു കുറ്റം കൂടി ചെയ്താൽ അവനെ 18 വയസ്സ് തികയുന്നതുവരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ജഡ്ജി നൽകിയിരുന്നു. എന്നാൽ ആ സംഭവത്തിനു ശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഗ്രിഗറി കാട്ടിൽ വെച്ച് ഒരു മനുഷ്യനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. ഈ ക്രൂരത മുഴുവൻ ആ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്ന് ഷെല്ലിയും കാണുന്നുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ആ മൃതദേഹം ഇലകൾ കൊണ്ട് മൂടി ഒളിപ്പിക്കാൻ അവൾ ഗ്രിഗറിയെ സഹായിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ആ മൃതദേഹം കണ്ടെത്തുന്ന ഷെരീഫ് റൂട്ടർ തൻ്റെ മകന് ഗുരുതരമായ മാനസിക പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ തൻ്റെ മകനെ ജയിലിലേക്ക് വിട്ടുകൊടുക്കാൻ ആ പിതാവ് തയ്യാറായിരുന്നില്ല. പകരം അയാൾ
മകന് മുന്നിൽ ഒരു നിബന്ധന വെച്ചു. ഗ്രിഗറി ചെയ്യുന്ന എല്ലാ കൊലപാതകങ്ങളും ഷെരീഫ് എന്ന നിലയിൽ താൻ ഒതുക്കി തീർക്കാം. പക്ഷേ ഒരു കാരണവശാലും സ്വന്തം നാട്ടുകാരെ കൊല്ലരുത്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ മാത്രമേ ഇരയാക്കാവൂ. വീണ്ടും കഥ വർത്തമാനകാലത്തേക്ക് വരികയാണ്. സ്കെയർക്രോയും ഡോൾഫേസും ചേർന്ന് മായയെയും ഷെല്ലിയുടെ മൃതദേഹത്തെയും അവരുടെ ഒളിത്താവളത്തിലേക്ക് എത്തിച്ചു. ഷെല്ലിയുടെ മൃതദേഹത്തിന് മുന്നിൽ തൻ്റെ അവസാന യാത്രയയപ്പ് നൽകിയ ശേഷം സ്കെയർക്രോ അവിടെ ഉണ്ടായിരുന്ന ഒരു വുഡ് ചിപ്പർ ഓൺ ചെയ്തു. അവൻ ഷെല്ലിയുടെ മൃതദേഹം ആ യന്ത്രത്തിലേക്ക് തള്ളിയിടുകയും അത് പൂർണ്ണമായും പൊടിച്ചു കളയുകയും ചെയ്തു. ആ യന്ത്രത്തിൽ നിന്നും ചോര തെറിച്ചു വരുന്നത് കണ്ട് ഭയവും അറപ്പും സഹിക്കാനാവാതെ മായ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ സ്കെയർക്രോ തൻ്റെ കോടാലിയുടെ പിൻഭാഗം കൊണ്ട് മായയുടെ തലക്കടിച്ച് അവളെ ബോധം കെടുത്തി. അടുത്ത ദിവസം രാവിലെ ഷെരീഫ് റൂട്ടർ നഗരത്തിലെ ഒരു ഡൈനറിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്താണ് മായയുടെ സഹോദരി ഡെബിയും അവളുടെ ഭർത്താവ് ഹോവാർഡും അവരുടെ ബോഡിഗാർഡായ മാർക്കസും അവിടേക്ക് വരുന്നത്. ഹോവാർഡ് അവിടെയുള്ളവർക്ക് മായയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയും അവളുടെ കാമുകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ നഗരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട വിവരം പറയുകയും ചെയ്തു. മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് മായയെ കണ്ടെത്താൻ തങ്ങളെ സഹായിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. എന്നാൽ അവിടെയുള്ള നാട്ടുകാരെല്ലാം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ഡബ്ബി വിവരങ്ങൾക്കായി അവരുടെ മുൻപിൽ അപേക്ഷിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിട്രസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മായ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ അവളെ ദേഷ്യത്തോടെ നോക്കിയതോടെ ആ സ്ത്രീ കൂടുതലൊന്നും പറയാതെ പിന്മാറി. പിന്നീട് വെയിട്രസ് തൻ്റെ ബ്രേക്ക് ടൈമിൽ തനിച്ചിരിക്കുമ്പോൾ ഡെബി അവരുടെ അടുത്തേക്കെത്തി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായി ശ്രമിക്കുകയാണ്. ഒടുവിൽ ആ സ്ത്രീ സത്യം വെളിപ്പെടുത്തി. വർഷങ്ങളായി ഈ നഗരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ നാട്ടുകാർക്ക് നേരെ സാധാരണയായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാറില്ലെന്നും അവർ പറഞ്ഞു. ഷെരീഫ് റൂട്ടർക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെന്നും അതുകൊണ്ട് അയാളുടെ പക്കൽ ആവശ്യമായ വിവരങ്ങൾ ഉണ്ടാകുമെന്നും വെയിട്രസ് ഡെബിയോട് പറഞ്ഞു. ഇതേസമയം കഠിനമായ വേദനയോടെയാണ് മായ കണ്ണു തുറക്കുന്നത്. സ്കെയർക്രോ തൻ്റെ കൈത്തണ്ടയിൽ ആ ഭയപ്പെടുത്തുന്ന സ്മൈലി ഫേസ് ടാറ്റു കൊത്തിവെച്ചിരിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ വേദനയും ഞെട്ടലും താങ്ങാനാവാതെ മായ വീണ്ടും ബോധരഹിതയായി വീണു. വനത്തിന് പുറത്തുള്ള റോഡിലൂടെ ഡെബിയും സംഘവും ഷെരീഫ് റൂട്ടറുടെ വണ്ടിയെ പിന്തുടരുകയായിരുന്നു. റൂട്ടർ നേരെ മോർച്ചറിയിലേക്കാണ് പോയത്. അവിടെയുണ്ടായിരുന്ന ഡെപ്യൂട്ടി ടോമി താൻ ലേക്ക് ഹൗസിൽ നിന്ന് കണ്ടെടുത്ത 3 മൃതദേഹങ്ങൾ റൂട്ടർക്ക് കാണിച്ചു കൊടുത്തു. ആ മൃതദേഹങ്ങൾ മറ്റാരുടെയുമല്ല, ഈ നാട്ടുകാരുടേത് തന്നെയായിരുന്നു. ഗ്രിഗറിയാണ് ഇത് ചെയ്തതെന്ന് ടോമിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത്രയും കാലം റൂട്ടറെ സഹായിച്ചിരുന്നത് ടോമിയായിരുന്നു. എന്നാൽ നാട്ടുകാരെ തുടരുത് എന്ന പ്രധാന നിയമം ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ടോമി ഇനി തനിക്ക് ഇതിൽ പങ്കുചേരാൻ കഴിയില്ലെന്നും ഈ വിവരം സ്റ്റേറ്റ് പോലീസിനെ അറിയിക്കണമെന്നും റൂട്ടറോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഷെരീഫ് റൂട്ടർ അവിടെയുണ്ടായിരുന്ന ഒരു മെഡിക്കൽ ഡ്രില്ലെടുത്ത് ഡെപ്യൂട്ടി ടോമിയുടെ തലയിലേക്ക് ആഞ്ഞുകുത്തിയിറക്കി അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം റൂട്ടർ ടോമിയുടെ മൃതദേഹം ഒരു വലിയ ബാഗിലാക്കി തൻ്റെ കാറിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. ഡെബിയും സംഘവും അപ്പോഴും ദൂരെ നിന്ന് അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബോധം തെളിഞ്ഞുണരുന്ന മായ തനിക്ക് മുന്നിൽ നിൽക്കുന്ന സ്കെയർക്രോയെ കണ്ട് ഞെട്ടിപ്പോയി. മേശപ്പുറത്തിരുന്ന പിന്നപ്പ് ഗേളിൻ്റെ മുഖംമൂടി അവൻ കയ്യിലെടുത്തു. തുടർന്ന് അവൻ മായയെ ബലമായി പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ സർവ്വശക്തിയുമെടുത്ത് അവനെ ചെറുത്തു. എന്നാൽ സ്കെയർക്രോ അവളെ കീഴ്പ്പെടുത്തി ആ മുഖംമൂടി മായയെ ബലമായി ധരിപ്പിച്ചു. അതിനുശേഷം അവൻ അവളുടെ മുടിയിൽ മൃദുവായി തലോടുകയും അവളെ ചുംബിക്കുകയും ചെയ്തു. ദേഷ്യവും അറപ്പും സഹിക്കാനാവാതെ മായ അവനെ ആഞ്ഞു ചവിട്ടുകയും മുഖംമൂടി ഊരിയെറിയുകയും ചെയ്തു. ഇതോടെ സ്കെയർക്രോ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി. അന്ന് വൈകുന്നേരം സ്കെയർക്രോയും ഡോൾഫീസും ചേർന്ന് മായയെ വീണ്ടും ട്രക്കിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരികയും ആ മുഖംമൂടി ധരിക്കാൻ അവളെ വീണ്ടും നിർബന്ധിപ്പിക്കുകയും ചെയ്തു. മായയെ തങ്ങളുടെ പുതിയ പിന്നപ്പ് ഗേളാക്കി മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. ഇവിടെ വെച്ച് കഥ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്.
12 വർഷങ്ങൾക്ക് മുൻപ് കൗമാരക്കാരായ ഷെല്ലിയും ഗ്രിഗറിയും ഒരു പെട്രോൾ പമ്പിൽ തങ്ങളുടെ അടുത്ത ഇരകളെ തിരയുകയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ ഷെല്ലി ലഘുഭക്ഷണം വാങ്ങാനായി അവിടുത്തെ കടയിലേക്ക് കയറി. ആ സമയത്ത് ഒരു അപരിചിതൻ അവളുടെ അരികിലേക്ക് വരികയും അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് അയാളുടെ കാമുകി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരികയും അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ആ ദമ്പതികൾ വഴക്കിടുന്നതിനിടയിൽ ഷെല്ലി തിരികെ ഗ്രിഗറിയുടെ അടുത്തേക്കെത്തി നടന്ന കാര്യങ്ങൾ വിവരിച്ചു. കടയ്ക്ക് പുറത്തേക്കിറങ്ങിയ ശേഷവും ആ ദമ്പതികൾ വഴക്കു തുടരുന്നത് കണ്ട് ഗ്രിഗറി തനിക്ക് അവരെ നന്നായി ബോധിച്ചു എന്ന് ഷെല്ലിയോട് പറഞ്ഞു. പിന്നീട് അവർ താമസിച്ചിരുന്ന മോട്ടലിലെത്തിയ ഗ്രിഗറിയും ഷെല്ലിയും കൈകളിൽ കത്തിയുമായി ആ ദമ്പതികളുടെ റൂമിൻ്റെ വാതിൽ ചെന്ന് മുട്ടുകയും താമരയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഉള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് അവർ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ ആ പെൺകുട്ടി ഇതിനകം തന്നെ തൻ്റെ കാമുകനെ കൊലപ്പെടുത്തിയതായി അവർ മനസ്സിലാക്കി. ഇത് കണ്ട് ഷെല്ലിയും ഗ്രിഗറിയും പരസ്പരം നോക്കി. തുടർന്ന് ഷെല്ലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലഘുഭക്ഷണം ആ പെൺകുട്ടിക്ക് നീട്ടിക്കൊണ്ട് തങ്ങളുടെ കൊലയാളി സംഘത്തിലേക്ക് അവളെ സ്വാഗതം ചെയ്തു. അങ്ങനെയാണ് ഡോൾഫേസ് ഈ ഒരു സംഘത്തിലേക്ക് എത്തിപ്പെടുന്നത്. കഥ വീണ്ടും വർത്തമാനകാലത്തേക്ക് തിരികെ പോവുകയാണ്. കൊലയാളികളുടെ ട്രക്ക് ആ പെട്രോൾ പമ്പിന് സമീപം വന്നു നിൽക്കുന്നു. ആ മൂവർ സംഘം അവിടെ വന്നു പോകുന്ന പലരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഡോൾഫേസിനും സ്കെയർക്രോയ്ക്കും തങ്ങൾക്ക് അനുയോജ്യരായ ഒരു ദമ്പതികളെ അവിടെ കാണാൻ സാധിച്ചു. അവർ ആ ദമ്പതികളെ പിന്തുടർന്ന് അവർ താമസിക്കുന്ന മോട്ടലിൽ ചെന്നെത്തി. തുടർന്ന് ഡോൾഫേസ് മായയോട് ആ റൂമിൻ്റെ വാതിൽ 3 തവണ മുട്ടാനായി ആവശ്യപ്പെട്ടു. മായ ഭയത്തോടെ വാതിൽ മുട്ടിയപ്പോൾ ഡോൾഫേസ് പുറത്തുനിന്ന് താമരയെക്കുറിച്ച് ചോദിച്ചു. റൂം മാറിപ്പോയതാണെന്ന് ദമ്പതികൾ മറുപടി നൽകി. അവർ വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിച്ചു. ആ ദമ്പതികൾ വീണ്ടും ഇല്ല എന്ന് പറഞ്ഞതോടെ ദേഷ്യം വന്ന സ്കെയർക്രോ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറി ആ സ്ത്രീയെ ചുമരിലേക്ക് ആഞ്ഞു തള്ളുകയും പുരുഷനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം രണ്ടുപേരും ബോധരഹിതരായി നിലത്തു വീണു. ഏതാനും മിനിറ്റുകൾക്കകം ആ ദമ്പതികളെ അവർ കസേരയിൽ കെട്ടിയിട്ടു. ജീവനായി യാചിച്ചുകൊണ്ട് ആ സ്ത്രീ കരയാൻ തുടങ്ങി. സ്കെയർക്രോ അവരെ സൂക്ഷിച്ചു നോക്കിയ ശേഷം മായയെ മുന്നിലേക്ക് വിളിച്ചു. അവളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മാറ്റിയവൻ ആ വിനോദസഞ്ചാരികളിൽ ഒരാളെ കൊല്ലാൻ മായയോട് കൽപ്പിച്ചു. എന്നാൽ നിരപരാധിയായ ഒരാളെ കൊല്ലാൻ മായ വിസമ്മതിക്കുകയും പിന്നോട്ട് മാറുകയും ചെയ്തു. ഇതോടെ കോപിഷ്ഠനായ സ്കെയർക്രോ അവളെ ദൂരേക്ക് തള്ളിമാറ്റിയ ശേഷം ആ കാമുകിയുടെ മുന്നിൽ വെച്ച് കാമുകനെ ക്രൂരമായി വെട്ടിക്കൊന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടെങ്കിലും ക്രൂരനായ സ്കെയർക്രോ ആ മൃതദേഹത്തെ വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടേയിരുന്നു. ഈ സമയം നോക്കി മായ തന്ത്രപൂർവ്വം ഡോൾഫേസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടിയെടുത്ത് അവൾക്ക് നേരെ ആഞ്ഞുകുത്തി. ഡോൾഫേസ് നിലത്ത് വീണപ്പോൾ മായ അവളുടെ തല നിലത്തിട്ട് പലതവണ ആഞ്ഞടിച്ച് അവളെ കൊലപ്പെടുത്തി. ആ ക്രൂരമായ കൊലപാതകം മായയെ തന്നെ കടുത്ത ആഘാതത്തിലാഴ്ത്തി. മായയുടെ ഈ ക്രൂരത കണ്ട സ്കെയർക്രോ അവളെ അഭിനന്ദിച്ചുകൊണ്ട് കരയുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരെ കൂടി കൊല്ലാനായി ആവശ്യപ്പെട്ടു. എന്നാൽ നിരപരാധിയായ ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ മായ വീണ്ടും വിസമ്മതിച്ചതോടെ സ്കെയർക്രോ അവളുടെ കൈകൾ ബലമായി പിടിച്ച് ആ യുവതിയുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. ആ സ്ത്രീ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ അവളുടെ താടി ഉയർത്തിപ്പിടിച്ച് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചോര വാർന്നൊഴുകിയ ആ കത്തി പുറത്തെടുത്തുകൊണ്ട് ഇപ്പോൾ നിനക്ക് നല്ല സുഖം തോന്നുന്നില്ലേ എന്ന് സ്കെയർക്രോ മായയോട് ചോദിച്ചു. ചോര ചിതറുന്ന ആ കാഴ്ച കണ്ട് മായ വീണ്ടും ഭയത്തോടെ പിന്നോട്ടേക്ക് മാറി. അതിനുശേഷം അവർ ഇരുവരും ഡോൾഫേസിൻ്റെ മൃതശരീരവുമായി ആ ട്രക്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് ഷെരീഫ് റൂട്ടർ ഗ്രിഗറിയെ ഫോണിൽ വിളിച്ച് മായയുടെ കുടുംബം തന്നെ പിന്തുടരുന്നുണ്ടെന്നും അതുകൊണ്ട് താൻ അവരെ പഴയ മില്ലിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. റൂട്ടർ വണ്ടി ഓടിച്ചു വന്ന് തൻ്റെ വണ്ടി ഒളിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി വണ്ടിയുടെ ലൈറ്റുകൾ അണച്ചു. തൊട്ടു പിന്നാലെ ഡെബിയുടെ കാറും അവിടേക്കെത്തി. എന്നാൽ അവർക്ക് പോലീസിൻ്റെ വണ്ടി കാണാൻ കഴിഞ്ഞില്ല. റൂട്ടർ വേഗത്തിൽ മുന്നോട്ട് പോയതാണെന്നു കരുതി വണ്ടി നിർത്താതെ മുന്നോട്ടെടുക്കാൻ ഡെബി മാർക്കസിനോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ ആ സംഘം കാടിനുള്ളിൽ ഒരു ട്രെയിലർ കണ്ടെത്തി. എന്നാൽ
അവിടെ റൂട്ടറുടെ വണ്ടി കാണാത്തതിനാൽ മാർക്കസിനെ എന്തോ അപകടം മണത്തു. അവൻ ഹോവാർഡിൻ്റെ കയ്യിൽ ഒരു തോക്ക് നൽകിയ ശേഷം അന്വേഷണത്തിനായി പുറത്തിറങ്ങി. ട്രെയിലറിനുള്ളിൽ കയറി അവിടെ അപകടമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ മാർക്കസ് ഡബ്ബിയോടും ഹോവാർഡിനോടും ഉള്ളിലേക്ക് കയറാനായി ആവശ്യപ്പെട്ടു. അവർ വാതിൽ പൂട്ടി ഉള്ളിൽ തന്നെ ഇരിക്കണമെന്നും താൻ പോയി റൂട്ടറെ തിരയാമെന്നും അവൻ പറഞ്ഞു. മിനിറ്റുകൾക്ക് ശേഷം മാർക്കസ് വിജനമായ മിൽ കണ്ടെത്തുകയും നിലത്ത് രക്തം പുരണ്ട ശൂന്യമായൊരു ബാഗ് കാണുകയും ചെയ്തു. അവൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു യന്ത്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നതായും അതിൻ്റെ ബ്ലേഡുകളിൽ ധാരാളം രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നതായും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് റൂട്ടർ വാതിൽക്കലിൽ പ്രത്യക്ഷപ്പെട്ട് മാർക്കസിന് നേരെ തോക്കു ചൂണ്ടുകയും ആയുധം താഴെയിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാർക്കസ് നിരായുധനായ നിമിഷം റൂട്ടർ 2 തവണ വെടിയുതിർത്ത് അവനെ കൊലപ്പെടുത്തുകയും മില്ലിൻ്റെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതേസമയം സ്കെയർക്രോ ആ ട്രെയിലറിന് സമീപം ട്രക്ക് പാർക്ക് ചെയ്ത ശേഷം മായയെ അവിടെ കെട്ടിയിട്ട് പുറത്തേക്കിറങ്ങി. ദൂരെ മാറി നിന്ന് റൂട്ടർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സ്കെയർക്രോ ആ ട്രെയിലറിന് ചുറ്റും നടന്ന് അതിൻ്റെ വാതിലുകളിൽ അടിക്കാനും കോടാലി കൊണ്ട് ചുവരുകളിൽ പോറലുകൾ ഉണ്ടാക്കാനും തുടങ്ങി. പെട്ടെന്ന് അവൻ ഒരു ജനൽ ഗ്ലാസ് അടിച്ചു തകർത്തപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ദമ്പതികൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഓരോ ജനലുകളായി തകർക്കാൻ തുടങ്ങിയതോടെ ഹോവാർഡ് ഒന്നിനു പുറകെ ഒന്നായി വെടിയുതിർത്തെങ്കിലും സ്കെയർക്രോയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. തുടർന്ന് സ്കെയർക്രോ ട്രക്കിൽ കയറി അതിവേഗത്തിൽ വന്ന് ആ ട്രെയിലറിൽ ആഞ്ഞിടിച്ചു. അതോടെ ട്രെയിലർ വശത്തേക്ക് മറിഞ്ഞു വീണു. ജനൽ ചില്ലുകൾ തകർന്ന് ഹോവാർഡിൻ്റെ മുഖത്ത് ആഴത്തിൽ മുറിവുകളുണ്ടായി. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് ഡബ്ബി പറഞ്ഞെങ്കിലും ആ നിമിഷം സ്കെയർക്രോ കോടാലിയുമായി ട്രെയിലറിലേക്ക് അതിക്രമിച്ചു കയറി. ഹോവാർഡ് തോക്കെടുത്ത് വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ ഉണ്ടകൾ തീർന്നു പോയിരുന്നു. ക്രൂരനായ സ്കെയർക്രോ തൻ്റെ കോടാലി ഉപയോഗിച്ച് ഹോവാർഡിനെ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കെയർക്രോ ട്രെയിലറിൽ നിന്നും ഡബ്ബിയെയും വലിച്ചിഴച്ച് പുറത്തേക്ക് വരുന്നത് കണ്ട് മായ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മായയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവളുടെ സഹോദരിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി. തൻ്റെ സഹോദരി മരണത്തിലേക്ക് വീഴുന്നത് കണ്ട് ഭയന്ന് വിറച്ച് കരയാൻ മാത്രമേ മായയ്ക്ക് കഴിഞ്ഞുള്ളൂ. അതിനുശേഷം സ്കെയർക്രോ ഡോൾഫേസിൻ്റെ മൃതശരീരം ട്രക്കിൽ നിന്നും എടുക്കുകയും മായയുടെ കൈകളിലെ കെട്ടുകൾ അറുത്തുമാറ്റുകയും ചെയ്തു. ആ കത്തി അവൾക്കായി അവിടെ ഉപേക്ഷിച്ച ശേഷം അവൻ ഡോൾഫേസിൻ്റെ മൃതശരീരവും വലിച്ചിഴച്ച് അവിടെ നിന്നും നടന്നുപോയി. റൂട്ടറും അവിടെ നിന്ന് പോയതിനു ശേഷം മായ തൻ്റെ ഭയത്തിൽ നിന്നും മോചിതയായി ഡബ്ബിയുടെ മൃതശരീരമെടുത്ത് ട്രക്കിലേക്ക് കിടത്തി. ആ വണ്ടിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് അവൾ ആദ്യം തീരുമാനിച്ചതെങ്കിലും റോഡിൻ്റെ മധ്യത്തിൽ അവൾ വണ്ടി നിർത്തി. തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ അവൾ തീരുമാനിക്കുകയായിരുന്നു. റോഡിലെ സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ച മായ ഒടുവിൽ കൊലയാളിയുടെ ഭൂഗർഭ ഒളിത്താവളത്തിലേക്കുള്ള വാതിൽ കണ്ടെത്തുകയും ട്രക്കിൽ നിന്നും കിട്ടിയ തോക്കുമായി ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ആ ഒളിത്താവളം വളരെ വലുതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. അവിടെ പലയിടത്തായി ചങ്ങലകളും ഭയാനകമായ വസ്തുക്കളും തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടും മായ തൻ്റെ ലക്ഷ്യസ്ഥാനം തിരഞ്ഞു നടന്നു. ഒടുവിൽ വെളിച്ചത്ത് കിടക്കുന്ന ഒരു കസേര അവൾ കണ്ടെത്തുകയും അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുകയും ചെയ്തു. അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി നോക്കിയപ്പോൾ റേഡിയോ കേട്ടുകൊണ്ട് മദ്യം കഴിക്കുന്ന റൂട്ടറെയാണ് അവൾ കണ്ടത്. അവൻ പെട്ടെന്ന് മായയെ ശ്രദ്ധിച്ചെങ്കിലും അയാൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ മായ 2 തവണ വെടിയുതിർത്ത് റൂട്ടറെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ആ കസാര പരിശോധിച്ച അവൾ തന്നെ മുൻപ് കെട്ടിയിരുന്ന സ്ഥലം ഇതാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം മായ പിന്നിലെ ഒരിടനാഴിയിലൂടെ നടന്ന് ഗ്രിഗറിയുടെ സ്വകാര്യ മുറിയിലേക്കെത്തി. അവിടുത്തെ ചുമരുകളിൽ ഭ്രാന്തമായ വാക്കുകൾ പോറി വരച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഷെല്ലിയുടെ ചിത്രങ്ങളും അവളുടെ സാധനങ്ങളും വിചിത്രമായ ഡ്രോയിങ്ങുകളും ഡസൺ കണക്കിന് മെഴുകുതിരികളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിഷം സ്കെയർക്രോ ആ മുറിയിലേക്ക് കടന്നു വരികയും അവിടെ വന്നിരുന്നു കൊണ്ട് ഇപ്പോൾ മായയുടെ ഉള്ളിൽ വെറും വേദന മാത്രമാണുള്ളതെന്ന് പറയുകയും ചെയ്തു. എന്നാൽ മായ അവനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, തൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ലെന്ന്, വെറും ശൂന്യത മാത്രമാണുള്ളത്. താനാണ് അവളെ
ഈ നഗരത്തിൽ നിന്നും മോചിപ്പിച്ചതെന്ന് അവൻ അവകാശപ്പെട്ടപ്പോൾ മായ അവനോട് മുഖംമൂടി അഴിക്കാനായി ആവശ്യപ്പെട്ടു. ഗ്രിഗറി തൻ്റെ മുഖംമൂടി അഴിച്ചു മാറ്റിയ ശേഷം തൻ്റെ ഇരകളിൽ ജീവനോടെ അവശേഷിച്ച ഏക വ്യക്തി മായ മാത്രമാണെന്ന് പറഞ്ഞു. ഒപ്പം തൻ്റെ ഇരുണ്ട ജീവിതത്തിലെ ഒരേ ഒരു വെളിച്ചം ഷെല്ലി മാത്രമായിരുന്നുവെന്നും അവൻ ഓർത്തു. താൻ ഇവിടെ വന്നത് അവനെ കൊല്ലാനാണെന്ന് മായ പ്രഖ്യാപിച്ചെങ്കിലും തൻ്റെ കാമുകനും കുടുംബവും മരിച്ച സ്ഥിതിക്ക് തനിക്കിനി ഈ ലോകത്തിൽ ബാക്കിയുള്ളത് അവൻ മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ കയ്യിലെ തോക്കിൽ ഉണ്ടകൾ തീർന്നതിനാൽ അവൾ അത് നിലത്തുപേക്ഷിച്ചു. ഗ്രിഗറി അവളെ അരികിലേക്ക് വിളിക്കുകയും തങ്ങളുടെ ഏകാന്തതയിൽ അവർ പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് മായയുടെ ഒരു തന്ത്രമായിരുന്നു. അവൻ്റെ ശ്രദ്ധ മാറിയ ആ നിമിഷം മായ ഒളിച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് അവൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞുകുത്തി. അവൻ നിലത്ത് വീഴുന്നത് അവൾ നിർവികാരത്തോടെ നോക്കി നിന്നു. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെയായി എന്ന് ഗ്രിഗറി മരിക്കുന്നതിന് മുൻപ് അവളോട് പറഞ്ഞു. തുടർന്ന് മായ അവിടെ ഇരുന്നിരുന്ന കോടാലിയെടുത്ത് അവനെ തുരുതുര വെട്ടുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഗ്രിഗറിയുടെ ആ സ്കെയർ ക്രോ മുഖംമൂടിയും കയ്യിലെടുത്ത് മായ ആ ഒളിത്താവളത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു പോകുന്നതോടെ ഈ ഒരു ചിത്രം അവസാനിക്കുകയാണ്.